എല്ലാവർക്കും നമസ്കാരം. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനം നമ്മുടെ ജീവിതം തന്നെ. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരും ദൈവവിളി ലഭിക്കപ്പെട്ടവരാ. തങ്ങളുടെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനൊത്ത് ജീവിക്കുമ്പോഴാണ് ദൈവവിളിക്ക് അനുസൃതമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന പരിസ്ഥിതി അത്ര അനുകൂലമാകണമെന്നില്ല. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവസാക്ഷ്യമുള്ളവരായി ജീവിക്കുക എന്നത് ഓരോ ദൈവ പൈതലിൻ്റെയും ഉത്തരവാദിത്തമാണ്. ഒരു ഭക്തൻ കുറിക്കുന്നുണ്ട്, സംടൈംസ് ഗോഡ് പുട്ട് യു ഇൻ എ ഡാർക്ക് പ്ലേസ് ബിക്കോസ് യു ആർ കോൾഡ് ടു ബി എ ലൈറ്റ് ദെയർ. ചിലപ്പോൾ ഇരുളടഞ്ഞ ഒരു തരത്തിലായിരിക്കും നമുക്ക് ജീവിക്കേണ്ടി വരുന്നത്. നമ്മൾ ചോദിക്കും, ദൈവമേ, എന്നെ എന്തിനാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്? ദൈവം നമ്മളെ അവിടെ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇരുള് നിറഞ്ഞ ആ ഇടങ്ങളിൽ വെളിച്ചം പകരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇരുട്ടിനെ പഴിച്ച് ഇരുട്ടായി തന്നെ മാറുവാൻ വേണ്ടിയല്ല, ഇരുട്ടിൻ്റെ നടുവിൽ ഒരു വിളക്കായി ശോഭിപ്പാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. ഓസ്വാൾഡ് ചേംബേഴ്സ് കുറിക്കുന്നു, The call of God is not just for select few, but for everyone. നമ്മുടെ ഇഷ്ടങ്ങൾക്കും നിഷ്ഠകൾക്കും അനുസരിച്ച് കുറേ പേർക്ക് വേണ്ടി ചുരുക്കിയിരിക്കുന്ന ഒന്നല്ല ദൈവവിളി. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ജനത്തോടനുബന്ധിച്ച് മാലാഖമാരുടെ പാട്ട് സർവ്വജാതിക്കും ഉണ്ടാകാവുന്ന മഹാരക്ഷ എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവവിളി എല്ലാ അതിരുകളെയും അതിലംഘിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഓരോ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് തന്ന താലന്തുകളെ സ്വാർത്ഥതയുടെ കൂടാരങ്ങൾക്കുള്ളിൽ തളച്ചിടാനുള്ളതല്ല. അതിൻ്റെ വെളിച്ചം ലോകത്തിനായി ചൊരിയണം. ദൈവവിളിയുടെ യോഗ്യതയെ പറ്റി പറയുന്നത്, ഗോഡ് ഡസ് നോട്ട് കോൾ ദ ക്വാളിഫൈഡ്, ഹി ക്വാളിഫൈസ് ദ കോൾഡ്. വലിയ യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുന്നു എന്നതിനേക്കാൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ യോഗ്യതയുള്ളവരാക്കി തീർക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, when God calls you, he will qualify you. ചില പ്രത്യേക നിയോഗങ്ങൾക്കായി നമ്മളെ ദൈവം അടുത്ത് ഉപയോഗിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കും, അയ്യോ, എനിക്കതിന് കഴിവുണ്ടോ? മോശ ദൈവത്തോട് ചോദിച്ചു, അയ്യോ, ഞാൻ തടിച്ച നാവുള്ളവനും വിക്കുള്ളവനുമല്ലോ. പക്ഷേ അവന് കരുത്ത് പകരുന്നത് ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലപ്പോൾ യോഗ്യത കാണില്ല, എന്നാൽ യോഗ്യത പകരുന്നൊരു ദൈവം നമുക്കുണ്ട്. അവൻ നമ്മെ ശക്തീകരിക്കും. അതുകൊണ്ട് ദൈവിക നിയോഗങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കണ്ട. കരം തന്ന് കാക്കുവാൻ കർത്താവുണ്ടെങ്കിൽ എന്തിനു നാം പകച്ചു നിൽക്കണം? ഇരമ്യ പ്രവചനം 1-ാം അധ്യായം 5-ാം വാക്യം, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, വിളിച്ചവൻ വിശ്വസ്തനാണ്. വിളിക്ക് തക്കവണ്ണം ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോക ജീവിതത്തിൽ കുറവുകളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ട്. അവയൊക്കെ പലപ്പോഴും ഞങ്ങളെ നിയോഗങ്ങളിൽ നിന്ന് പിന്നോട്ടടിക്കുന്നതാണ്. എന്നാൽ ഞങ്ങൾ ഈ ലോകത്ത് നിർവഹിക്കേണ്ട ക്രിയാത്മകമായ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിന് വെളിച്ചമായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തെ രുചിപ്പെടുത്തുന്ന ഉപ്പുകളായി തീരുവാൻ അവിടുത്തെ ബലവും കൃപയും ഞങ്ങൾക്ക് പകരണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ ഒന്ന് വിലയിരുത്തുവാനും അവയെ തിരുത്തി മുന്നേറുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പാപികളും ബലഹീനരും കുറവുള്ളവരുമാണ്. കർത്താവേ, കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.